ഈശോമിശിഹായിക്ക് സ്തുതിയായി. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ പറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13 മുതലുള്ള ഭാഗങ്ങൾ തുടങ്ങുമ്പോൾ ഈശോ തൻ്റെ അന്ത്യത്താഴത്തിൻ്റെ ഇടയിൽ അവൻ എഴുന്നേറ്റ് അവൻ്റെ മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അരയിൽ ചുറ്റിയ തൂവാല കൊണ്ട് തുടച്ച് അവനെല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ അവൻ കഴുകി. ഈ ശുശ്രൂഷ കഴിഞ്ഞ് അവൻ യഥാസ്ഥാനത്ത് മേലങ്കി ധരിച്ച് വന്നിരുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. 13 അധ്യായം 12 തിരുവചനത്തിലാണ് നമ്മൾ കാണുക. അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെന്നെ കർത്താവും ഗുരുവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ കർത്താവും ഗുരുവുമാണ്. എന്നാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ. തുടർന്ന് ഈശോ പറയുകയാണ്, ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു മാതൃകയാണ്. യജമാനൻ ഭൃത്യൻ യജമാനേക്കാളും വലിയവനല്ല, വലിയ. ഒരു മാതൃക ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഭൃത്യൻ യജമാനേക്കാളും വലിയവനുമല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനെക്കാളും വലിയവനുമല്ല. ഇത് സ്വീകരിക്കുന്നവൻ അനുഗ്രഹീതൻ എന്ന തിരുവചനം പറഞ്ഞു വെക്കുകയാണ്. എളിമയുടെ മാതൃകയിലേക്ക് ദൈവം തൻ്റെ ശിഷ്യന്മാരെ നയിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ജനം ചോദിച്ചു, പിതാവേ, ഏതാണ് പ്രധാനപ്പെട്ട പുണ്യം? 1, 2, 3 എന്നിങ്ങനെ നമ്പറിട്ട് പറഞ്ഞാൽ ഏതാണ് പ്രധാനപ്പെട്ട പുണ്യം? ജോൺ മരിയ വിയാനി പറഞ്ഞു, ആദ്യത്തെ പുണ്യം എളിമയാണ്, രണ്ടാമത്തേത് എളിമ തന്നെ, മൂന്നാമത്തേതും എളിമ തന്നെ. അപ്പോൾ വിശുദ്ധരായി തീരണമെന്ന് ഉണ്ടെങ്കിൽ ഏത് പുണ്യമാണ് കൂടുതൽ അഭ്യസിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വിശുദ്ധൻ പറഞ്ഞത്, ഒന്നാമത്തേത് എളിമയാണ്, രണ്ടാമത്തെയും എളിമയാണ്, മൂന്നാമത്തതും എളിമയാണ്. വിശുദ്ധര് ദൈവത്തിന് മുൻപിൽ തങ്ങൾ ഒന്നുമല്ല എന്ന് നനച്ചിരുന്നു. എന്നാൽ അവർ ദൈവത്തോട് ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ എളിമപ്പെടുമ്പോൾ ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. നമ്മൾ ദൈവികമായ ചിന്തകളുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും, നമ്മുടെ ആവശ്യങ്ങൾ ദൈവം സാധിച്ചു തരും.
തിരുവചനം സൂചിപ്പിച്ചത് പ്രകാരമാണല്ലോ ഈശോയുടെ മാതൃക അനുസരിച്ച് ജീവിക്കുമ്പോൾ അവർ അനുഗ്രഹീതരായി മാറുമെന്നാണ്. സ്നേഹമുള്ളവരെ, എളിമയെന്ന പുണ്യത്തിലൂടെ ജീവിക്കുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം. ഈശോ കാണിച്ചെന്ന മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിവൃദ്ധമായ രോഗികളായിരിക്കുന്ന ചിലരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലത് കൈയുടെ ഞരമ്പിനും അസ്ഥികൾക്കും വലതുകൈയുടെ കുഴയ്ക്കും വേദനയുമുള്ള ഒരു സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ മരുന്ന് കഴിക്കുവാൻ തുടങ്ങി. മരുന്നവരെ ശരീരത്തിന് ഫലപ്രദമായി തീരുവാൻ, പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.